കയ്പ്പയ്ക്ക അങ്ങനെ ആർക്കും ഇഷ്ടമുള്ളൊരു സാധനമല്ല അല്ലേ. എന്നാൽ കയ്പ്പയ്ക്ക വെച്ചിട്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കയ്പ്പയ്ക്ക ഫ്രൈ ആണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇങ്ങനെ വട്ടത്തിൽ നുറുക്കിയിട്ടുണ്ട്. അതിൻ്റെ നടു മുറിച്ചിട്ട് ഉള്ളിലെ ചോറൊക്കെ കളഞ്ഞ് ഹാഫായിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ വട്ടത്തിൽ മുറിച്ചിട്ട് ഞാൻ അതിൻ്റെ കുരുവെല്ലാം റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലാദ്യം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി മുന്നിൽ നിൽക്കണം ഉപ്പ്, കയ്പ്പയ്ക്ക ആയത് കാരണം. പിന്നെ ഒരു കൊണ്ടാട്ടം പോലെ ക്രിസ്പി ആയിട്ട് കഴിക്കുന്ന സാധനമല്ലേ, അപ്പോൾ നല്ലോണം ഉപ്പിടുന്നുണ്ട്. ഒരു 2 വലിയ കയ്പ്പയ്ക്കയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 2-2.5 ടീസ്പൂൺ നിറച്ച് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം പൊടിച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. കൈകൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു കോട്ടിങ് ഇങ്ങനെ എന്താ പറയുക, കയ്പ്പയ്ക്കയുടെ ഒരു നനവിൽ ഇങ്ങനെ പെനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കൈ കൊണ്ട് തിരുമ്മിയാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുടഞ്ഞെടുക്കുക. ഇപ്പോൾ ഇതിങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുന്നുണ്ട്. അപ്പോൾ അതിലെ വെള്ളം നനവൊക്കെ ഊറി വരണം, അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ബാക്കി കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്തിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാൻ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എണ്ണ ചൂടാവാൻ വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചൂടാവാൻ വെക്കുന്നത്. പിന്നെ നല്ല ഡീപ്പ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എണ്ണ ഇടാൻ ആവശ്യമില്ല. ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ കയ്പ്പയ്ക്കയും എൻ്റെ ഈ പരന്ന പാനും ആയത് കാരണം ജസ്റ്റ് ആ കയ്പ്പയ്ക്കയുടെ ഒരു സ്ലൈസ് മുങ്ങണ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാൻ പാകത്തിലുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ലോണം ചൂടാവട്ടെ എണ്ണ. അപ്പോൾ എണ്ണ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് കയ്പ്പയ്ക്കയിൽ കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഞാൻ നോക്കുന്നുണ്ട്, നന്നായിട്ട് കുടഞ്ഞ് എല്ലായിടത്തും ഒരു കോട്ടിങ് കിട്ടുന്നുണ്ടോ നോക്കി. അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടി വേണം തോന്നിയപ്പോൾ വീണ്ടും ഇത്രയും കൂടി ആഡ് ചെയ്ത് അങ്ങനെ 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുടഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഏതെങ്കിലും, ഞാനിപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയില്ലേ, ആ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുടഞ്ഞ് കോട്ട് ചെയ്ത് എടുക്കുക. അപ്പം കുടഞ്ഞെടുത്തതിന് ശേഷം അടിയിൽ ഇങ്ങനെ ആ നനവിലേ പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇത് വറുത്തെടുക്കാനുള്ള പരിവായി. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് എണ്ണയിലിട്ടത് എനിക്ക് ഷൂട്ട് ചെയ്തതിൽ ഞാൻ ക്യാമറ ഓൺ ആയിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് 2ാമത്തെ ട്രിപ്പാണ്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കാതെ മാക്സിമം ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും, ഫോർക്ക് ഉപയോഗിക്കണോ കുറച്ചും കൂടെ നല്ലത്, വട്ടത്തിലാകുമ്പോൾ ഇങ്ങനെ മറിച്ചിടാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. പരമാവധി ഒറ്റ ട്രിപ്പിലിടാൻ പറ്റുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് മതി. വേഗം കുക്കാവുകയും ചെയ്യും, വേഗം ക്രിസ്പി ആവുകയും ചെയ്യും പൊടികളൊക്കെ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒരു സൈഡും മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ്. അപ്പോൾ തന്നെ അത് കളർ മാറുന്നത് അറിയാൻ പറ്റും. നമുക്ക് തൊടുമ്പോഴും ആ ഒരു നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് ക്രിസ്പി ആയിട്ടുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കോരിയെടുക്കുന്നത് കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്നിങ്ങനെ നന്നായിട്ട് ഇളക്കി അങ്ങ് കോരിയെടുത്താൽ മതി. അപ്പോൾ തീ ഒരു മീഡിയം ടു ഹൈയിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. മീഡിയത്തിനൊക്കെ കുറച്ചും കൂടെ മേലേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് മറിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡും അടിഭാഗവും വീണ്ടും അങ്ങനെ ബ്രൗൺ കളറായി തുടങ്ങിയപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കോരിയെടുക്കുകയാണ്. കോരിയെടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് എണ്ണ ഒന്ന് അതിന്ന് ടിഷ്യൂവിലേക്ക് എണ്ണ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എയർ ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസത്തേക്കൊക്കെ അത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇതിലൊട്ടും എണ്ണ കുടിക്കില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. കൊണ്ടാട്ടം പോലെയൊന്നും എണ്ണ ഒട്ടും നിൽക്കില്ല. നല്ല 2 ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. ടിഷ്യൂ മാറ്റിയിട്ട് പാത്രത്തിലിട്ട് വയ്ക്കും. ഓക്കെ, നല്ല ക്രിസ്പിയാണ്. ശബ്ദം കേൾക്കുന്നില്ലേ? കൊണ്ടാട്ടം സ്റ്റോക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.